ഹലോ ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ വട്ടവടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി കൃഷിത്തോട്ടമൊക്കെ കാണാൻ പോവുകയാണ്. സ്ട്രോബെറിയുടെയും എല്ലാത്തിൻ്റെയും കൃഷി, വെളുത്തുള്ളി കൃഷിയൊക്കെ കാണാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ സീസണേ അല്ല കേട്ടോ. നിങ്ങളാരും ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണെന്ന് പറഞ്ഞുകൊണ്ട് വട്ടവടയ്ക്ക് പോകണ്ട. വട്ടവടയ്ക്ക് വെറുതെയാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒക്കെ ഭൂമിയൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഇതിനകത്ത് എല്ലാവരും ഒരുക്കിയിട്ടിരിക്കുകയാണ് ഭൂമി. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം, ഒരു കൂട്ടരയിൽ മാത്രം കുറച്ച് കൃഷി സ്ട്രോബെറിയുടെ കിടക്കുന്നുണ്ട്. അത് നാടനാണ്. ഹൈബ്രിഡൊക്കെ വിളവ് ഇറക്കാൻ പോകുന്നുള്ളൂ അവർ. അപ്പോൾ നമ്മളത് കാണാൻ പോവുകയാണ്. ഉണ്ടോ സ്ട്രോബെറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വട്ടവടയിൽ ഇങ്ങനെ അവർ ഒരുക്കിയിട്ടിരിക്കുന്ന ഭൂമിയാണ് കേട്ടോ ഇത്. സ്ട്രോബെറി കൃഷി ഓണ സമയമൊക്കെ ആകുമ്പോൾ വരുമ്പോൾ നിറച്ചുണ്ടാവുമെന്ന് അവർ പറയുന്നത്. ഓണത്തിന് വരണമെന്നാണ് അവർ പറയുന്നത്, ചിങ്ങമാസത്തിലൊക്കെ. കണ്ടോ അവരവിടെ എത്തി. കണ്ടോ ഒരു ടോപ്പിന്ന് വരണ, കണ്ടോ മുകളിൽ നിന്ന് വരണുണ്ടോ അവർ. നമ്മളിങ്ങനെ ഒരുപാട് താഴത്തോട്ട് ഇറങ്ങി. നീ അത് താഴെ കിടക്കുന്നത്, അങ്ങോട്ട് പോകണം. വഴി ഭയങ്കര ദുർഘടമാട്ടോ. വഴി ഭയങ്കര പ്രയാസമാണ്. ഇനി ഈ കണ്ട വഴിയൊക്കെ നമ്മൾ മേളിലേക്ക് കയറണം. എത്തിപ്പോയി കൃഷി സ്ഥലമാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ? കുറച്ച് മേടിക്കാൻ കിട്ടുമോ? നമുക്ക് കിട്ടുമോ? അവരെന്താ പറയണേ അറിയോ? ഇപ്പം സീസണല്ല, സ്ട്രോബെറിയുടെ സീസണല്ല ഇത്. ഇത് വർഷം മുഴുവൻ ഉണ്ടാവുന്ന ഒരു നാടൻ സ്ട്രോബെറി തൈയാണ്. അപ്പോൾ അവർ പറയുന്നത് ഓണത്തിൻ്റെ ടൈം, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസമാകുമ്പോൾ അപ്പോഴാണ് ഇവിടെ വിളവെടുക്കണ ടൈം എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രോബെറിയുടെയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയുടെയൊക്കെ കൃഷി നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വന്ന വട്ടവടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വട്ടവടയിൽ ഒരു സ്ഥലത്തും കൃഷി നടത്തുന്നില്ല. എല്ലാവിടെയും സ്ട്രോബെറി കൃഷി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വിളവിറക്കണ സമയമാണിത്. അപ്പോൾ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തൊക്കെ വെളുത്തുള്ളിയൊക്കെ ഉണക്കി അതിൻ്റെ വിത്തൊക്കെ വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇങ്ങനെ ഉണക്കാനിട്ടേക്കാണ്. അപ്പോൾ കൃഷിഭൂമിയൊക്കെ ഒരുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഉള്ളതിൽ ഒരു സ്ഥലത്ത് മാത്രം ഇവിടെ കുറച്ച് കൃഷി നടക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നേക്കാണ്. അത് നാടനാണ്. ചെറിയ ചെറിയ സ്ട്രോബെറികളാണ്, കണ്ടില്ലേ. ഹൈബ്രിഡ് ആകുമ്പോൾ വലിയ സ്ട്രോബെറി ആയിരിക്കും. ഇപ്പോൾ ഇവർ പറയുന്നത് ഇതിന് ഭയങ്കര മധുരം എന്നാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മധുരം, അത്ര മധുരം എന്ന് പറയാനില്ല കേട്ടോ. ഇവർ പറയുന്നത് ഇതിന് ഭയങ്കര മധുരം എന്നാണ്. ഇവിടെ ജാമും വൈനും എല്ലാം കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിയും കിലോ നമുക്ക് ആവശ്യാനുസരണം തരുന്നുണ്ട്. വൈനൊക്കെ ഭയങ്കര റേറ്റൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മളത് റേറ്റ് കുറച്ചൊക്കെ മേടിച്ചെടുക്കാൻ നോക്കണം. അവർ നമ്മളെ കാണുമ്പോഴേക്കും അവർ ഭയങ്കര റേറ്റൊക്കെ പറയും. അത്ര റേറ്റൊന്നും വരുന്നില്ല. അവർ പറയുന്ന റേറ്റൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ നോക്കി മേടിക്കുക. ഇത്രയേ ഉള്ളൂ സ്ട്രോബെറി കേട്ടോ.